ബോസ്നിയൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം പ്രമേയമായ സിനിമയാണ് നോമാൻസ് ലാൻഡ്. സെർബ് ക്രൊയേഷ്യൻ സിനിമ. യുദ്ധത്തിനിരയായവരുടെ കഥയല്ല അത്. യുദ്ധം ചെയ്യാനായി നിയോഗിക്കപ്പെടുക എന്ന അകപ്പെടലിന് വിധേയരായവരുടെ കഥ. ലോകം മുഴുവൻ ഇപ്പോൾ സംഘർഷഭരിതമാണ്. ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലിലെ ഇരകളുടെ ദൃശ്യങ്ങളും ദൈന്യതയും കൺമുന്നിലുണ്ട് ലോകത്തിൻ്റെ. അതുകൊണ്ട് മാത്രം തീർന്നില്ല ലോകത്തിൻ്റെ അധികാരപ്പുകച്ചിൽ. റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലുകൾ, ലെബനൻ ഇസ്രായേൽ സംഘർഷം, ഇറാൻ്റെ ഇടപെടലുകൾ, ഗാസ, സിറിയയിലെ ആഭ്യന്തര സംഘർഷം, പശ്ചിമേഷ്യയിലെ കലാപം അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥകൾ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. സിറിയൻ വിമത സായുധ സംഘം രണ്ടാമത്തെ പ്രധാന നഗരമായ അലെപ്പോയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന വിമത സംഘം സിറിയയിൽ കുറച്ചു നാളായി ശക്തമായ സൈനിക നീക്കങ്ങളിലാണ്. ഷിയ വിരുദ്ധ പ്രതിപക്ഷ സൈനിക സഖ്യമാണ് തഹ്രീർ അൽ ഷാം. ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പുകയുന്നുണ്ട്. അതിനിടെ ജനാധിപത്യം നിലവിലുള്ള ദക്ഷിണ കൊറിയ അപ്രതീക്ഷിതമായ ഒരു രാത്രി പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്നതായി. പ്രഖ്യാപനം വന്ന് മണിക്കൂറുകളുടെ മാത്രം ആയുസിൽ അത് പിൻവലിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവിടുത്തെ പ്രതിസന്ധി തീരുമെന്ന് കരുതരുത്. എന്നാൽ ദക്ഷിണ കൊറിയയും വടക്കൻ കൊറിയയും തമ്മിലുള്ള ശീതയുദ്ധത്തിനിടെ ഇരു രാജ്യങ്ങളും യഥാക്രമം യുക്രൈനെയും റഷ്യയെയും പിന്തുണയ്ക്കുന്നു, സൈന്യത്തെ വിട്ടുകൊടുക്കുന്നു. സൈനിക മേഖലയിലടക്കം റഷ്യയും വടക്കൻ കൊറിയയും തമ്മിൽ വലിയ രീതിയിലുള്ള സഹകരണമാണ് നിലവിലുള്ളത്. തിരിച്ച് യുക്രൈനിനെ സൗത്ത് കൊറിയ പിന്തുണയ്ക്കുന്നു. റൊമേനിയയിൽ ഭരണ അസ്ഥിരതയുണ്ട്. ജോർജിയയിൽ വലിയ സംഘർഷത്തിൻ്റെ തീയും. ബംഗ്ലാദേശിൽ കലാപമാണ്. പാകിസ്ഥാനിലെ വസീരിസ്ഥാൻ ബലൂച്ച് മേഖലകളിലെ ഷിയ സുന്നി സംഘർഷം അതിൻ്റെ പാരമ്യത്തിലാണ്. എട്ട് ദിവസത്തിനിടെ ഈസ്റ്റേൺ യുക്രൈൻ സെറ്റിൽമെൻറ്റുകളിലേക്ക് റഷ്യ ഇരച്ചെത്തി. യുക്രൈൻ തിരിച്ച് മിസൈൽ ആക്രമണം നടത്തി. ഇത് നിർവീര്യമാക്കാൻ സാധിച്ചെന്ന് റഷ്യ പറയുന്നു. ഖാർക്കീവും ഡൊണാസ്കും റഷ്യ പിടിച്ചതായി അവർ അവകാശപ്പെടുന്നു. ഇതേസമയം വെടിനിർത്തൽ കരാറോടെ തൽക്കാലത്തേക്ക് ആക്രമണം ശമിക്കുമെന്ന് കരുതുന്ന ലെബനനിൽ ജനം ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹെസ്ബുള്ള പ്രകോപനമുണ്ടാക്കിയാൽ കരാർ ലംഘിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലിൻ്റെ അന്ത്യശാസനം. അടുത്ത ഘട്ടത്തിൽ കനത്ത ആഘാതം പ്രതീക്ഷിക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഇസ്രായേൽ ഹെസ്ബുള്ള ഏറ്റുമുട്ടൽ ഇല്ലാതാകുമെന്ന പ്രതീക്ഷയ്ക്ക് ആയുസ് എത്രയെന്ന് തീർച്ചയില്ല.
ലെബനൻ ജനതയ്ക്കും ഈ ലോകത്തിന് തന്നെയും. കാരണം ലോകത്ത് സംഘർഷങ്ങൾ കത്തിപ്പുകയുകയാണ്. അത് പശ്ചിമേഷ്യയിൽ മാത്രം തീരുന്നില്ല.